വലിയ അനൗൺസ്മെന്റ് ഒക്കെ വരും. സംവിധാനം പരിപാടിയൊക്കെ ഉണ്ട്, അതൊക്കെ വഴി പറയും. ഈ വർഷം തുടങ്ങും? ഈ വർഷം തുടങ്ങി, ഈ വർഷം തുടങ്ങി. 2 വർഷം നമ്മൾ അനൗൺസ് ചെയ്യും. ഓക്കെ. ബബബ എനിക്ക് തോന്നുന്നു ഓണത്തിനായിരിക്കും. ഓടും കുതിര ചാടും കുതിര അതിൻ്റെ കൂടെ അത് ആ സമയം അതിലുണ്ട്. അതെന്താണ് അതിലും ഉണ്ടോ? പാർവതി എല്ലാവർക്കും അറിയാം, നടിയാണ്, ആങ്കറാണ്. അതോടൊപ്പം തന്നെ ഇപ്പം ഞാനൊരു കാര്യം പുതുതായിട്ട് അറിഞ്ഞത്, പാർവതി ഒരു സിവിൽ എഞ്ചിനീയറിംഗ് കൂടെയാണ്. ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ചെയ്തിരിക്കുന്ന പാർവതിയാണ്. അപ്പോൾ പാർവതിയുടെ ബൊട്ടീക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്ലോത്തിങ് ഇതിലോട്ടുള്ള ആദ്യത്തെ കലപ്പ് അല്ലേ. അപ്പം ഇതിനുള്ള താല്പര്യം വരാൻ കാരണം പെട്ടെന്ന് പണ്ട് നമ്മളൊക്കെ ഈ പണ്ടിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുട്ടപ്പവസും ഇതൊക്കെ മറ്റേ ലൈൻ ജ്യൂസ് ഒക്കെ കൊടുക്കുന്ന ബേക്കറി കാണുന്ന സമയത്ത് ഒരു ബേക്കറി, എന്തെങ്കിലും ഒരു ബേക്കറി വാങ്ങണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതുപോലെ എപ്പോഴും ഷോപ്പ് ചെയ്ത് തുണിക്കട, സ്വന്തം തുണിക്കട, അതിൽ നിന്ന് തന്നെ ഷോപ്പ് ചെയ്യാന്നുള്ളൊരു സാധാരണ. അതുകൊണ്ട് സാധാരണ വെസ്റ്റേൺ വേസ്റ്റ് നമ്മുടെ ട്രെൻഡത്ത് അങ്ങനെ കിട്ടാറില്ല, വളരെ കുറവാണ്. നമുക്ക് ഇങ്ങനെ യൂണീക്ക് ആയിട്ടില്ല. ഇവിടുത്തെ എല്ലാം സിംഗിൾ പീസസ് ആയിരിക്കും. ഒരാൾ ഇട്ടോണ്ട് പോകുന്ന സാരി വേറൊരാൾക്ക് കാണത്തില്ല. അതെനിക്ക് ഉറപ്പ് വരാൻ പറ്റും കേട്ടോ. അത് മറ്റേ സി.ഡി. മുസയില് മറ്റേ ക്യാപ്റ്റൻ രാജ് പറഞ്ഞ പോലെ. ഞാൻ ശരിക്കും പറഞ്ഞതാ, ഇവിടെ വന്നാൽ നല്ല വെസ്റ്റേൺ വെയർസ് കിട്ടുമെന്നുള്ളതിൽ എനിക്കൊരു ഉറപ്പുണ്ട്. പിന്നെ എല്ലാവർക്കും പിക്ക് ചെയ്യാൻ, എന്ത് ഫംഗ്ഷൻ വേണമെങ്കിലും പിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട്. എനിക്ക് ചേട്ടൻ പറഞ്ഞ പോലെ ആയിരുന്നു, പണ്ട് ഈ ചായ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എപ്പോഴെങ്കിലും ചായക്കട തുടങ്ങണം. പക്ഷെ ഞാൻ തുടങ്ങി കേട്ടോ. നെക്സ്റ്റ് ഇയർ ചേട്ടൻ തന്നെ വന്ന് എനിക്കത് ഉദ്ഘാടനം ചെയ്ത് തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ശരൺ പാർവതിയുടെ പാർട്ണറാണ്. ശരണിന്റെ ഈ വഴിക്ക് തന്നെ വേറെ ഈ ബേസിക്കലി ഈ റോഡിലുള്ള പലതും ഇവരുടെയാണ്. ഈ റോഡ് മൊത്തം ഇവരങ്ങ് വാങ്ങുക. ആ ഫ്ലാറ്റ് ഒഴിച്ച് വെക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവിടെ താമസിക്കുന്നുണ്ട്. അതൊഴിച്ച് ബാക്കിയുള്ളതൊക്കെ ഇവരുടെ. ഞാൻ ഏറെക്കുറെ ആഗ്രഹിച്ചൊരു ഫ്ലാറ്റ് ആയിരുന്നു ആത്രക്ക്. അത് ഞാൻ വാങ്ങി. അതെ, അത് ചേട്ടൻ ബാക്കി. അപ്പൊ എന്തായാലും പാർവതിയുടെ ഇങ്ങനെ ഒരു സംരംഭം എല്ലാവരും വലിയ വിജയമാക്കി തീർക്കുക. അതിനാണ് എല്ലാവരും ട്രിവാൻഡ്രം എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും അല്ലേ? ഇത്ര എല്ലാവിധ ആശംസകളും. പുതിയ ഇറങ്ങാനിരിക്കുന്നതല്ലേ ഉള്ളൂ. വലിയ വാർത്തകളൊക്കെ ഉണ്ട്. അടുത്ത മാസം ഏപ്രിലൊക്കെ കാട്ടെ കഴിഞ്ഞിട്ട് പറയാം. വലിയ അനൗൺസ്മെന്റ് ഒക്കെ വരും. സംവിധാനം പരിപാടിയൊക്കെ ഉണ്ട്, അതൊക്കെ വഴി പറയും. ഈ വർഷം തുടങ്ങും? ഈ വർഷം തുടങ്ങി, ഈ വർഷം തുടങ്ങി. 2 വർഷം നമ്മൾ അനൗൺസ് ചെയ്യും. ഓക്കെ. സ്റ്റാർ അനൗൺസ് ചെയ്യാനുള്ള ലെവലിലേക്ക് ഞാൻ നിന്നോട് പേഴ്സണലായിട്ട് നമ്മളന്ന് സംസാരിച്ചത് നിന്നോട് മാത്രമായിട്ട് പറയാം. അതെല്ലാം അവൻ ഇപ്പം ചോദിച്ചേ. മൾട്ടി സ്റ്റാർ. അതെ, അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ അതല്ലാതെ പല പരിപാടികളൊക്കെ വഴി പറയാം. റിലീസ് ഉണ്ട്, പ്രിൻസ് ഉണ്ടാവും, ഉജ്ജ്വലൻ, ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ ഉണ്ട്, പിന്നെ ഇതാ വള മുലുക്മാൻ്റെ കൂടെയുള്ള പടം. അങ്ങനെ 3-4 പടം ഏപ്രിൽ മെയ് ഉണ്ട്. അങ്ങനെ ബബബ എനിക്ക് തോന്നുന്നു ഓണത്തിനായിരിക്കും. ഓടും കുതിര ചാടും കുതിര അതിൻ്റെ കൂടെ അത് ആ സമയം. അതിലുണ്ട്. അതെന്താണ് അതിലും ഉണ്ടോ? അതിലും ഉണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് പടങ്ങളുണ്ട്. മലയാള സിനിമയാണ്. അങ്ങനെ അപ്പൊ അതൊക്കെ വഴി വരും. പിന്നെ അതിനിടയിൽ കുറച്ചൊന്ന് 2 അനൗൺസ്മെന്റ്സ് ബിഹൈൻഡ് ദ ക്യാമറ അനൗൺസ്മെന്റ്, ഫ്രണ്ട് ഓഫ് ദ ക്യാമറ. ഓക്കെ അല്ലേ. പിന്നെ അതുപോലെ തന്നെ ഈ ആഴ്ച ആയിട്ട് മൊത്തം ചർച്ചാ വിഷയം എമ്പുരാനാണ്. എമ്പുരാനെ കുറിച്ചുള്ള എക്സ്പെക്ടേഷൻ എന്താണ്? ഞാൻ പുള്ളിയുടെ ഭയങ്കര ഫാൻ ബോയ് ആണ്. അപ്പം എനിക്ക് എക്സ്പെക്ടേഷൻ അപ്പുറം ഒക്കെ എന്താ പറയട്ടെ, ഇത്രയും കാലത്ത് അവരുടെ ഒരു അധ്വാനം ഡെഫിനറ്റ്ലി നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്നൊരു സിനിമ. അതിനെക്കുറിച്ച് നമുക്ക് ഇനി 27 കണ്ടറിയാം. ഉറപ്പായിട്ടും വലിയ വിജയമായിരിക്കും നമ്മൾ പ്രതീക്ഷയാണ്. എല്ലാവരും നമ്മളെ എന്താ പറയണ്ടേ, ആ എക്സ്പെക്ടേഷൻ, ഹെവി എക്സ്പെക്ടേഷൻ, ഹൈ എക്സ്പെക്ടേഷൻ. എന്തായാലും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണണം. സാധാരണ ധ്യാൻ ചേട്ടൻ അങ്ങനെ എല്ലാ പടത്തിനും ഫസ്റ്റ് ഷോ കാണാൻ പോകാറില്ല എന്ന് പറഞ്ഞല്ലേ? ഇതിനെന്തായാലും ലാൽ സാർ പടം, രാജുവേട്ടൻ്റെ പടം തീർച്ചയായിട്ടും നമ്മൾ രണ്ടുപേരുടെയും വലിയ ഫാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പോകുമല്ലോ, കാരണം ഞാൻ മാത്രമല്ല, ഇവിടെ കേരളം മൊത്തം വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ സിനിമ കണ്ടിരുന്നു. തീർച്ചയായിട്ടും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. ഓക്കെ. ഓക്കെടാ, താങ്ക് യു.